ഭൂപരിഷ്കരണ നിയമവും അതേപോലെ വിമോചന സമരവും കേരള ചരിത്രത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന ഈ രണ്ട് സംഭവങ്ങൾ ഒന്ന് റിഫ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് വായിക്കുക, അല്ലെങ്കിൽ ഒന്ന് റിസർച്ച് ചെയ്യുക. എന്നിട്ട് പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന ടോവിനോന്റെ ഏറ്റവും പുതിയ ചിത്രം കാണുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ബേസ് കിട്ടും. സിനിമ എന്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന സംശയങ്ങൾ ചിലപ്പോൾ നമുക്ക് തോന്നും ചില ഇൻസിഡൻസ് സിനിമയിൽ വരുമ്പോൾ, ഇതൊക്കെ എങ്ങനെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ. അപ്പോൾ അതിനൊക്കെ കുറച്ചൊരു ഈ നേരത്തെ പറഞ്ഞ രണ്ട് വിഷയങ്ങളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പൊ എന്തായാലും ബേസിക്കലി ഇതൊരു എന്താ പറയാ, പ്യോറായിട്ട് ആ ഒരു പരിപാടികളെ അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻസിനെ കുറിച്ച് പറയുന്ന സിനിമയല്ല. ബട്ട് ദെൻ ദാറ്റ് ഇസ് ദ ബേസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. സിനിമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഒരു തിയേറ്ററിക്കൽ വാച്ചാണ്, ഒരു മാസ് സിനിമ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുള്ളൊരു സിനിമ ആണ് പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രം നമ്മുടെ ടോവിനോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ടോവിനോന്റെ നല്ല ആക്ഷൻ പരിപാടികൾ, അങ്ങനത്തെ കുറേ മാസ് പരിപാടികളൊക്കെ ഈ സിനിമയിൽ എന്തായാലും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കഥ എന്ന് പറയുമ്പോൾ പള്ളിച്ചട്ടമ്പി എന്നാണ് കഥ. അപ്പോൾ പള്ളിക്കാർക്ക് വേണ്ടിയിട്ട്, അതായത് വിമോചന സമര സമയത്ത് പള്ളിക്കാരൊക്കെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരെയായിരുന്നു EMS നയിച്ചിരുന്നത്. അപ്പോൾ ആ ഗവൺമെന്റിനെതിരെ ചട്ടമ്പിമാരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചട്ടമ്പിമാർക്ക് വന്നിരുന്ന പേരാണ് പള്ളിച്ചട്ടമ്പി. സിനിമയിൽ ക്രിസ്റ്റഫർ എന്ന് പറയുന്നൊരു പേരുണ്ട്. അപ്പം അങ്ങനെ വരുന്നൊരു കഥാപാത്രമാണ് നമ്മുടെ ടോവിനോ തോമസിന്റെ പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന പരിപാടി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവിടെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ കുറച്ച് ഡ്രമാറ്റിക് ഒക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. കുറേ സബ് പ്ലോട്ട്സും കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ട്. ടോവിനോന്റെ ആക്ച്വൽ ക്യാരക്ടർ എന്താണ്, പേരെന്താണ്, പിന്നെ അതിലൊരു മേജർ വില്ലൻ ഉണ്ട്. ആ വില്ലൻ ഇപ്പം എന്തായാലും റിവീൽ ആയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കുഴപ്പമില്ല. പൃഥ്വിരാജ് സുകുമാരൻ്റെ ഒരു കട്ട നെഗറ്റീവ് റോള് വരുന്നുണ്ട്. ആൻഡ് ആ ഒരു കട്ട നെഗറ്റീവ് റോള് തന്നെയാണ് സിനിമയ്ക്ക് നല്ലൊരു എന്താ പറയുക പരിപാടി സെക്കൻഡ് ഹാഫിൽ കിട്ടുന്നു. നന്നായിട്ട് അതൊരു ഇമ്പാക്റ്റ് ഉണ്ട്. പിന്നെ സിനിമ ആസ് എ ഹോൾ ഒരു തിയേറ്ററിക്കൽ വാച്ചാണ്. എനിക്ക് അത്ര വലിയ പ്രശ്നം തോന്നിയില്ല. പക്ഷെ എന്തായാലും കഥയൊക്കെ കുറച്ചും കൂടി ഒന്ന് ഒരു കുറച്ചും കൂടി ഒരു ഗുമ്മ ആവാമായിരുന്നു. ബട്ട് ദെൻ ഇറ്റ്സ് ഓക്കെ. നല്ലൊരു കുഴപ്പമില്ലാത്തൊരു സിനിമ തന്നെയാണ്. ഒരു തിയേറ്ററിക്കൽ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഒരു നല്ലൊരു അറ്റ്മോസ് 4K തിയേറ്ററിൽ കാണുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ സിനിമയിലെ ഫീമെയിൽ ലീഡ് ചെയ്തിരിക്കുന്ന കയാതു ലോഹറാണ്. കയാതു ലോഹർ ഒരു കമ്മ്യൂണിസ്റ്റ് ആക്ടിവിസ്റ്റ് ആയിട്ടാണ് സിനിമയിൽ ചെയ്തിട്ടുള്ളത്. അതായത് റബേക്ക എന്ന് പറയുന്ന KPSC നാടകങ്ങളിലൊക്കെ അഭിനയിക്കുന്ന ഒരു നടി കൂടിയാണ്. അപ്പോൾ അവർക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ട്. അവർ അത് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും അന്ന് കാലത്ത്, അതായത് 1930, 1950, 1958 സമയത്ത് നമ്മുടെ EMS മന്ത്രിസഭയുടെ സമയത്തുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ കാണിക്കുന്നത്. അപ്പം എന്തായാലും ഇങ്ങനെ പല ചരിത്രപരമായ കാര്യങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. ഉമ്മൻചാണ്ടി, കൃഷ്ണപിള്ള എന്നാണ് നമ്മുടെ ടോവിനോയുടെ പേര്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഇസ് സഖാ കൃഷ്ണപിള്ള ദേ ആർ മെൻഷനിങ്. അതങ്ങനെ ഫിക്ഷൻ ആണ്, അപ്പം നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. എനിവേ സിനിമ ഈ പറയുന്ന മാതിരി കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ദ മൂവി അതൊരു വാച്ചബിൾ മൂവിയാണ്. ഇറ്റ് ഇസ് വാച്ചബിൾ മൂവി. അങ്ങനെ അത്രയ്ക്ക് എന്തായാലും ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ കുറേയൊക്കെ പറ്റുന്ന പരിപാടികളൊക്കെ തന്നെയാണ് സിനിമയിലും ഉള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ BGM ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇരിക്കുന്ന ജെയ്ക്സ് ബിജോയ് അടിപൊളിയായിട്ട് പടത്തിൽ വന്നിട്ടുണ്ട്. പാട്ടുകളും നല്ലതാണ്. ആൻഡ് ദെൻ വി ഹാവ് ദ സിനിമാറ്റോഗ്രഫി, അത് സൂപ്പറായിട്ടുണ്ട്. ആക്ഷൻ പരിപാടികൾ നന്നായിട്ടുണ്ട്. ടെക്നിക്കലി പെർഫെക്റ്റ് ആണ്. എന്തായാലും തിയേറ്ററിൽ നമുക്ക് ഒരു വട്ടം കാണാനുള്ള മുതലുണ്ട് പടം. അതാണ് എനിക്ക് തോന്നുന്നത്.